ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ബനാന മാംഗോ ആണ്. അപ്പോൾ ബനാന മാംഗോൻ്റെ ഒരു റിവ്യൂ നമ്മളൊന്ന് മുറിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തതിൽ ഞാനൊരു 3-4 മാങ്ങ വീണ് കിട്ടിയത്, അതാണ് മുറിഞ്ഞു പോയത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ആണ് ബനാന മാംഗോൻ്റെ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ടെറസിലെ ബനാന മാംഗോൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബനാന മാംഗോ. നമുക്ക് എൻ്റെ ടെറസിൽ ഞാൻ വെച്ചാണ്. നമുക്ക് ബാക്കിൽ കാണുന്നതൊക്കെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഫ്രൂട്ട് ഫ്ലവറിങ് ആയിരുന്നു, കണ്ടില്ല? ഇതിൻ്റെ സൈസ് കണ്ടില്ലേ? അത്യാവശ്യം നല്ല സൈസ് വരുന്നൊരു പഴമാണ് ബനാന മാംഗോ. അത് വീട്ടിലൊക്കെ ഇങ്ങനെ, ഇതിപ്പോൾ ഒരു ഡ്രമ്മിൽ, ചെറിയ ഹാഫ് ഡ്രമ്മിൽ വെച്ചതാണ്, ഫുൾ ഡ്രം ഒന്നുമല്ല. ഒരു ഹാഫ് ഡ്രമ്മിൽ വെച്ചിട്ട് ഒരു 3 വർഷമായ പ്ലാന്റാണ്. ഏകദേശം ഒരു 3 വർഷമായ പ്ലാന്റ് വെച്ചതാണ്. നമ്മളൊരു 1500 റുപ്യക്കൊക്കെ കൊടുക്കുന്ന ആ റേഞ്ചിലുള്ള പ്ലാന്റ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. ഇപ്പോൾ കൊല്ലം അത് ഫസ്റ്റ് ഇക്കൊല്ലം കായ്ച്ചാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10-25-30 മാങ്ങ ഫസ്റ്റ് കായ്ക്കൽ തന്നെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിമെന്ന ഒരു കൊമ്പാണ് ഇപ്പോൾ നമ്മൾ മുറിച്ച് കഴിക്കാൻ പോണ മാങ്ങ. അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്ലാന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മേലേക്ക് കയറിയത്. ബനാന മാംഗോ എന്താണെന്ന്, അതിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ സൈസ് കണ്ടില്ലേ? ഒരു ഏകദേശം ഒരു 8 ഇഞ്ചിൻ്റെ മുകളിൽ സൈസ് വരുന്നുണ്ട്. 8 ഇഞ്ച് 9 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 500 ഗ്രാമിൻ്റെ മുകളിൽ അതിൻ്റെ തൂക്കം കിട്ടുന്നുണ്ട്. അപാര മധുരമാണ്. അതിൻ്റെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറായിട്ട് ഭയങ്കര കളർഫുള്ളാണ് ഈ മാങ്ങ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്, അതിൻ്റെ ഒരു മുറിച്ച് കഴിക്കലൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ മാങ്ങ മുറിക്കലിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കൾ നമ്മുടെ ബനാന മാംഗോ. വ്യത്യസ്തമായ സൈസിലൊക്കെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ ബനാന മാംഗോൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് 535 ഗ്രാമാണ്. 535 ഗ്രാം, 301 ഗ്രാം, 308 ഗ്രാമും. അപ്പോൾ ആവറേജ് ഒരു 300 ഗ്രാമിൻ്റെയും 600 ഗ്രാമിൻ്റെയും ഇടയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് കിട്ടുന്നത്. ഇതിൻ്റെ സൈസ് തന്നെ കണ്ടില്ല, അത് ഒരു പ്രത്യേക സ്മെല്ലൊന്നും പുറത്ത് കാണുന്നില്ല. നല്ല ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അത് കിട്ടുന്നുണ്ട്, ഒരു പ്രത്യേക സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബനാന സ്റ്റൈലിൽ തന്നെ ഒന്ന് മുറിച്ച് നോക്കാം. ബനാന പീൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതിങ്ങനെ മുറിച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ല് കണ്ട്, ഒരു മധുരത്തിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നന്നായിട്ട് കണ്ട് വരുന്നുണ്ട്. എന്താ ഇപ്പോൾ പറയാ, ഓരോ മാങ്ങ കഴിക്കുമ്പോഴും അതാണ് നല്ലത് തോന്നുന്നു. ഇത് പൊതുവെ ഞാനന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മധുരം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 4-ാം സ്ഥാനം 5-ാം സ്ഥാനത്തേക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ നാംഡോക്കി, ഗോലക്ക്, അതേപോലെ നമ്മുടെ കാലാപ്പാടി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 4-ാം സ്ഥാനം 5-ാം സ്ഥാനമാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു റേഞ്ച് തന്നെയാണ് ഇപ്പോഴും കിട്ടണുള്ളൂ. പക്ഷേ ഇത് കായ്ച്ച് കിടക്കുന്നത് കാണാനും അതിങ്ങനെ അതിൻ്റെ ഷേപ്പും ഫൈബർ എന്ന് പറഞ്ഞൊരു സാധനമില്ല, അതുകൊണ്ട് ഒഴുകി പോവുക. ഇനി ഇതിൻ്റെ സീഡാണെങ്കിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും കഴിക്കുന്നത്. കണ്ടില്ലേ? ഒരു നേരത്തെ ഗോലക്കിൻ്റെ കാണിച്ച പോലെ തന്നെ ഒരു ബ്ലേഡ്, ഒരു പടപ്പ്, എൻ്റെ സീഡ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് മാത്രം. ഇപ്പോൾ ഇതൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് അങ്ങാടിയിൽ 3
കിലോ 100 റുപ്യക്ക് കിട്ടിയ മാങ്ങ നമ്മൾ ഇല്ലാത്ത സ്ഥലം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് വളർത്തുന്നതിന് മുതൽ അതൊക്കെ മുൻകൂട്ടി നമ്മളെ തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയവരുണ്ട്. അതിന് നമുക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സ്ഥലം ഇല്ലാത്തവർക്ക്, സ്ഥലം കൂടുതലുള്ളവർക്കൊക്കെ 10-15 മാങ്ങൊക്കെ വെക്കുന്നവർക്ക് മറ്റുള്ള വെറൈറ്റികളൊക്കെ വെക്കാം. നമ്മൾ കുറച്ച് സ്ഥലമുള്ളവർ, ഇപ്പോൾ നാനോ കൃഷിയൊക്കെ ചെയ്യുന്നവർ, അധികം 10 സെന്റ് 5 സെന്റിലൊക്കെ വീട് വെച്ച് വെക്കുന്നവരൊക്കെ ഇതുപോലുള്ള മാങ്ങകളൊക്കെ വെച്ചാൽ ആ വീടിന് ഒരു ഭംഗി ഉണ്ടാവും, കാഴ്ചക്കാരുണ്ടാവും, കാഴ്ച കാണാൻ ആളുകൾ വരുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. പിന്നെ അത് ഉണ്ടായി കഴിക്കുന്നതും അതിന് അവകാശികൾ അത് വേണമെന്ന് പറയുമ്പോഴൊക്കെ അതൊക്കെ ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. നമ്മളൊരു മൂവാണ്ടം മാങ്ങ കഴിച്ചപ്പോൾ ആരെങ്കിലും ചോദിക്കാൻ വരുമോ? അപ്പോൾ ഒരു രക്ഷയില്ലാത്ത മാങ്ങകളാണ് ഇപ്പോൾ ഈ ഒരു ആഴ്ചയിൽ നമ്മൾ കാണിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ എത്ര എണ്ണം വെക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾ അവരവരുടെ ചോയ്സിൽ ഉൾപ്പെടുത്തുക. നമുക്കത് ഇങ്ങനെ കാണിച്ച് തരിക എന്നുള്ളതാണ് നമ്മുടെ പണി. ഓരോ വഴികൾ ഇങ്ങനെ തെളിച്ച് തരിക. അതിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് അതിലൂടെ സഞ്ചരിക്കാം, തിരിച്ച് സഞ്ചരിക്കുന്നവർക്ക് തിരിച്ച് സഞ്ചരിക്കാം. ഇത് നമ്മുടെ ഗോലക്ക്, അത് പിന്നെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഗോലക്ക്. അത് ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് കണ്ടിരിക്കുന്നത് തന്നെയാണ്. എത്ര ഇത് ചെയ്താലും നമുക്ക് മടുക്കാത്തൊരു സാധനമാണ്. എത്ര തിന്നാലും മടുക്കാത്ത ഒരു പ്രത്യേക, ഇത് തിന്നൊരു റിവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആളെ മത്താക്കുന്ന ഒരു മധുരമാണ്. പാകിസ്ഥാന്റെ ചോർസൊക്കെ കഴിക്കുന്ന ഇത് മധുരം എന്താ പറയാ, ഒരു രക്ഷയില്ല. മധുരത്തിന്റെ കട്ട, മധുരം കലക്കി ഒഴിച്ച പോലെ മത്താകുന്നൊരു മധുര ഗോലക്ക്. രക്ഷയില്ല കേട്ടോ. മാങ്ങകൾ ഒരുപാട് കാണിക്കാണ്ട്. നമ്മൾ റെഡ് ഡ്രാഗൺ ഉണ്ട്, അത് നമുക്കറിയാലോ. നമ്മൾ അയിനിച്ചക്ക, എല്ലാം കൂടെ നിങ്ങളെ കൊന്ന് കൊതിപ്പിക്കണില്ല. അതുപോലെ സംഭവബലമായൊരു മാങ്ങ തീറ്റയാണ് ഇന്നത്തെ. നമ്മളെ തായ്പിങ്ക് പേരൊക്കെയാണ്. നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിട്ട് എവിടുന്ന, കണ്ണൂരിൽ നിന്നാണ് സാധനം വാങ്ങിക്കാനും കൂടി വന്നാണ്. കണ്ണൂർ എവിടെയാണ്? കണ്ണൂര് മട്ടന്നൂര്. ആ ശരി. ആ തന്നെ ഇത് തായ് പിങ്ക് ആണ്. ആ പിങ്ക് ആയിട്ടില്ല, ശരിക്കും ആയിട്ടില്ല. എങ്ങനെയുണ്ട്? നല്ല മധുരം. പക്ഷെ അതിപ്പോ ചൂടായിട്ടാണ് വലിപ്പം വെക്കാത്തത്. ഒരു 1/2 കിലോന്റെ സൈസ് വരും. പക്ഷെ ഒന്നും കൂടെ മൂക്കണം. ഇത് ഡ്രമ്മിൽ ഇതാ. ആ താഴത്ത് വെച്ചാല് ഒന്നും കൂടെ മരം വലുതാവും, കൂടുതൽ ഈൽഡ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. വേനൽ കടുത്തല്ലോ, അതുകൊണ്ട് കുറച്ച് എത്ര ഹാർഡായിട്ട് വേണ്ട കഴിച്ചു. ബനാന മാങ്കോ ആണ്. എന്താ പാട് നിങ്ങളെല്ലാം പറഞ്ഞു? ബനാന മാങ്ങ അടിപൊളി. അത് വാടിയതാണ്, മൂപ്പത്തിട്ട് പഴുത്തല്ല, കുറച്ച് വാടിയതാണ്, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. പാകിസ്ഥാൻ മാങ്ങന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ ശരിക്കും മൂപ്പത്തിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മളത് പറയുമ്പോ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂലേ? അപ്പൊ നിങ്ങളുള്ളത് പറഞ്ഞാ മതി. അല്ല, ഇങ്ങനെ കിട്ടുമ്പോ തന്നെ ഇത്ര ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ ഗൾഫിൽ നിന്ന് എന്താക്കിയിട്ടുണ്ട്, ഇതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മള് പാകിസ്ഥാന്റെ ചോൺസനോടൊക്കെ ഒരു ചെറിയൊരു ടച്ച് വരുന്നുണ്ട്. സിന്ധിരി, അതിന്റെ പാകിസ്ഥാന്റെ മാങ്ങനോട് ഒരു ഫ്ലേവർ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഗൾഫിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, അടിപൊളി. ഇപ്പൊ അത് ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ തായ്ലൻഡിൽ നിന്ന് വരുന്നുണ്ട്. 40 ദിർഹംസാണ്. തൃശ്ശൂരിന്ന് നമ്മളെ ഗാർഡന് വിസിറ്റ്. തൃശ്ശൂർ എവിടെ സ്ഥലം പറഞ്ഞു സാറ്? പ്രോപ്പർ തൃശ്ശൂരാണ്, സ്ഥലത്തിന്റെ പേര്. എന്തായാലും സന്തോഷമുണ്ട്. റാസ് ഗാർഡൻ ഒന്നും റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല, അന്നത്തെ സമയം അതായി പോയി. ഓക്കെ, വീട്ടിലേക്ക് തിരിച്ചു വരുമെങ്കിൽ നമുക്ക് മേലെ ചാമ്പ പൊട്ടിച്ചോ. വീണ് പണിയിക്കുന്നു, ഉള്ളു കലങ്ങിയിരിക്കുന്നു. അതാ വീണ് വീണ ഞാൻ പറഞ്ഞല്ലോ, അത് കൊടുക്കുന്നത് കാര്യമില്ല എന്നുള്ളത്. ശരിക്കും മൂത്തുണ്ടാവൂല്ലേ? മൂത്ത് വാടി വീണതാണിത്. ആ കൊലന്ന് ഈ സൈഡൊന്ന് കഴിച്ചു, ആ കലങ്ങിയ സൈഡ് കഴിക്കണ്ട. അത് താഴെ വീണാല് എന്തായാലും ആ ജാമായ ഭാഗം കലങ്ങും. നല്ല മധുരമുണ്ട്, പക്ഷെ അത് അതിന്റെ ഫുള്ള് ഇത് കിട്ടൂല നിങ്ങൾക്ക്. അതിന്റെ നല്ല സ്വാദം ഉണ്ടല്ലോ. മധുരം തന്നെ കേട്ടാ, പുളിയൊന്നുമില്ല. പുളി ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ ഒറിജിനൽ ഫ്ലേവർ കിട്ടൂല. ഒരു വാടിയ ഇത് കിട്ടുന്നില്ല. അത് ഈ കലങ്ങിക്കണുണ്ടോ, അതിന്റെ അതാണ്. ഇതിപ്പോ വീണിട്ട് 4-5 ദിവസമായി. ചള്ളു മാങ്ങ വീണതാ.
അത് ശരി. അതാ വീണ് ഇടിച്ച ഭാഗമാണ് ആ കലക്കിക്കണത്. എന്നിട്ട് ഇത്ര മധുരമുണ്ട്. അതാണ് ഇപ്പൊ നമ്മളെ മൂത്തിട്ടില്ല, മൂക്കാതെ പഴുക്കാന്നറിയില്ല നമ്മള്. ഇത് ഈ വലിപ്പം വരും മൂത്താല്, സൈസ് വലുതാവും. സൈസ് വലുതാവും. അല്ല നല്ല മധുരം ഉണ്ടല്ലോ അത്. അതാ വാടിയ മധുരാണ്. അത് ശരിക്കും അതിന്റെ മെച്ചുവറായിട്ട് പഴുത്താലേ. കഴിച്ചിട്ടില്ലേ മധുരം? ഇപ്പൊ മാങ്ങ ബനാന മാങ്കോ നിങ്ങൾ കണ്ട് നിങ്ങൾ കൊതി ഇറക്കിയിട്ടുണ്ടാവും അറിയാം. എന്തായാലും അത് മേലെ നോക്കിയ കുളമ്പ് മാങ്ങയാണ്. കുളമ്പ് മാങ്ങ അണ്ണാന് തിന്ന് പകുതിയാക്കി വെച്ചിരിക്കണം. ഇപ്പം അതിന് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അതവർ മുഴുവിക്കട്ടെ. ഇത് ആയിട്ടില്ല, പൊട്ടിക്കാനായിട്ടില്ല. ഇത് നമ്മുടെ വേറൊരു ബനാന മാങ്കോ ആണ്. ഇതിൻ്റെ മുകളിൽ ബനാന മാങ്കോ ആണ്. പിന്നെ അവിടെ കൊണ്ടുപോയിട്ടാണ് കായ്ച്ചത്. നമുക്ക് ഇനി അണ്ണാനിക്കുള്ളതാണോ വവ്വാലിനുള്ളതാണോ നമുക്കുള്ളതാണോ എന്നുള്ള തീരുമാനം അറിയിക്കുക. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.